നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫാർമസികളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള 2 സ്കിൻ വൈറ്റനിങ് ക്രീമിനെ പറ്റിയാണ്. അതിൻ്റെ യൂസ് എങ്ങനെയാണ്, സൈഡ് എഫക്ട്സ് എന്താണ്, സൈഡ് എഫക്ട്സ് വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിനെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ക്രീം ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് സ്കിൻ ഷൈനും സ്കിൻ ലൈറ്റും. ഇതിന് രണ്ടിൻ്റെയും കണ്ടൻറ്റും യൂസും ഒക്കെ സെയിം ആണ്. പക്ഷേ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് രണ്ടും 2 കമ്പനിയാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൽ മെയിനായിട്ട് വരുന്നത് 3 കണ്ടൻറ്റാണ്: ഹൈഡ്രോക്വിനോണ്, ട്രെറ്റിനോയിന്, മൊമെൻറ്റസോണ്. ഇത് 3 രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോക്വിനോൺ ആക്ട് ചെയ്യുന്നത് സ്കിൻ ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ടാണ്. അത് നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് പാച്ചസിനെയും ഡാർക്ക് സർക്കിളൊക്കെ ലൈറ്റൻ ചെയ്യാനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് വരുന്നതാണ് ട്രെറ്റിനോയിൻ. ഇത് ഒരു വൈറ്റമിൻ എ ഡെറിവേറ്റീവാണ്. ഇത് നമ്മുടെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ കണ്ടൻറ്റ് വരുന്നത് മൊമെൻറ്റസോണാണ്. ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഇച്ചിങ്, ഇറിറ്റേഷൻ അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ക്രീം തേക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ആ ഡെർമറ്റോളജിസ്റ്റ് എത്ര നാളാണോ ഇത് യൂസ് ചെയ്യാൻ പറയുന്നത് അത്രയും നാൾ മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾക്ക് വരുന്ന ആ ഒരു മാറ്റം കണ്ടിട്ട് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയോ മറ്റൊരാൾ പറഞ്ഞറിഞ്ഞ് നമ്മളിത് ഉപയോഗിക്കാനോ പാടില്ല. ഇത് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ക്രീമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസ്, മുലയൂട്ടുന്ന അമ്മമാർ, അവരാരും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് അഥവാ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം നിങ്ങളുടെ സ്കിന്നിനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിക്കുക, വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരുവാണെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യണം. പിന്നെ മെയിനായിട്ട് നമുക്കിപ്പോൾ ഈ സൈഡ് എഫക്ട്സ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു കാരണമായിരിക്കും ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നറിയാത്തത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കിടക്കുന്നതിന് മുമ്പ് നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ഡോട്ടായിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് കൂടുതൽ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടത്തതേ ഉള്ളൂ.